നമസ്കാരം. അമേരിക്ക തുറന്നു വെച്ച ഈ ഡ്യൂട്ടി റീഫണ്ട് വിൻഡോ ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കളിയുടെ പുതിയ പതിപ്പ്? ഈ ചോദ്യം തന്നെ ഇന്നത്തെ ആഗോള വ്യാപാര രംഗത്ത് ഏറ്റവും ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 2025 ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ കനത്ത ഇറക്കുമതി തീരുവകൾ, ചിലപ്പോൾ 50% വരെ ഉയർന്നിരുന്ന ആ നികുതി ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ നെഞ്ചിൽ നേരിട്ട് പതിഞ്ഞ അടിയായിരുന്നു. അമേരിക്കൻ വിപണിയിൽ മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ വില കുറച്ചു, ലാഭം ത്യജിച്ചു, ചിലർ വിപണി തന്നെ നഷ്ടപ്പെടുത്തി. എന്നാൽ 2026 അമേരിക്കൻ സുപ്രീം കോടതി ആ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഏകദേശം $166 ബില്യൺ റീഫണ്ട് പ്രക്രിയയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വൻതുകയിൽ ഇന്ത്യക്ക് ലഭിക്കാവുന്നത് ഏകദേശം 10 മുതൽ 12 ബില്യൺ വരെ എന്നാണ് കണക്കുകൾ. കേൾക്കുമ്പോൾ ഇത് ഒരു വലിയ വിൻഡ്ഫോൾ പോലെ തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. നിയമവിരുദ്ധമെന്ന് കണ്ട് US സുപ്രീം കോടതി റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് തിരിച്ചു ലഭിക്കില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. ഈ പണം തിരിച്ചു കിട്ടുന്നതിന് ഇന്ത്യൻ കയറ്റുമതിക്കാർ അമേരിക്കൻ ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കേണ്ടി വരുമെന്ന് കയറ്റുമതി മേഖലയിലെ അനലിസ്റ്റ് കമ്പനിയായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് റീഫണ്ട് ലഭിക്കാൻ നിയമപരമായി വഴികളില്ല. US ഇറക്കുമതിക്കാർക്കാണ് ഈ പണത്തിൽ അവകാശം ഉന്നയിക്കാനാവുക. അമേരിക്കൻ ഇറക്കുമതിക്കാരുമായി ഒത്തുതീർപ്പിലെത്തി മാത്രമേ ഈ പണം തിരിച്ചു കിട്ടൂ. ഇതിനായി അമേരിക്കയിൽ ചരക്കെടുക്കുന്നവരുമായി ബന്ധപ്പെടണമെന്നാണ് GTRI സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ നിർദ്ദേശിക്കുന്നത്. $1200 കോടി മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുമായി ബന്ധപ്പെട്ടുള്ളത്. തുക തിരിച്ചു കിട്ടാൻ ഷിപ്പിംഗ് വിവരങ്ങളും തീരുമാന വിവരങ്ങളും പണം നൽകിയതിനുള്ള തെളിവ് സഹിതം US ഇറക്കുമതിക്കാർ വിശദമായ ക്ലെയിം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സജ്ജമാക്കിയ പുതിയ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 53% തുണി, വസ്ത്രം എന്നിവയാണ്. ഇവ ഉയർന്ന തീരുവയ്ക്ക് കീഴിൽ വന്നിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട മൊത്തം ഫണ്ടിൽ ഏകദേശം $400 കോടി തുണി, വസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് കണക്ക്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ റീഫണ്ടുകൾ $400 കോടി അടുത്ത് വരുമെന്നാണ് മറ്റൊരു കണക്ക്. രാസവസ്തുക്കൾ $200 കോടി ഉണ്ട്. മറ്റു മേഖലകളെല്ലാം ചേർന്നാകും ബാക്കി തുക എന്നും ശ്രീവാസ്തവ സൂചിപ്പിച്ചു. 3.3 ലക്ഷം ഇറക്കുമതിക്കാരിൽ നിന്നായി 5.3 കോടിയിലധികം ചരക്കുകൾക്ക് ശേഖരിച്ച $16,600 കോടി ഭരണകൂടം തിരിച്ചു നൽകേണ്ടി വരിക. ഇതുവരെ 56,000 ഇറക്കുമതിക്കാർ തുക തിരിച്ചു ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 2 മുതൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന വിവിധ തീരുവകളാണ് നിയമവിരുദ്ധമെന്ന് US സുപ്രീം കോടതി വിധിച്ചത്. ഈ റീഫണ്ട് നേരിട്ട് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ലഭിക്കുന്നില്ല. അമേരിക്കയിൽ ഇറക്കുമതി നടത്തിയ കമ്പനികൾക്ക് മാത്രമാണ് ഈ പണം തിരികെ ലഭിക്കുന്നത്. അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കേണ്ട പണം അവർക്ക് നേരിട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ഇവിടെ നിന്നാണ് പ്രധാന സംശയം ഉയരുന്നത്. ഇത് ഇന്ത്യക്ക് സഹായമോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൂക്ഷ്മമായ സാമ്പത്തിക കളിയോ? ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഈ പണം നേടാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ: അമേരിക്കൻ ഇറക്കുമതിക്കാരുമായി വീണ്ടും ചർച്ച ചെയ്യുക. മുൻപ് നൽകിയ വിലക്കിഴിവ്, നഷ്ടം എന്നിവ കണക്കിലെടുത്ത് ഈ റീഫണ്ടിൽ ഒരു പങ്ക് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുക. ഇത് ശക്തരായവരും ദുർബലരായവരും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതേസമയം ഈ നീക്കം ചില മേഖലകൾക്ക് ആശ്വാസകരവുമാണ്. ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ്, കെമിക്കൽസ് പോലുള്ള മേഖലകൾ വീണ്ടും അമേരിക്കൻ വിപണിയിൽ കരുത്ത് വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും നിബന്ധനകളോടെ എത്ര ശക്തമായി ചർച്ച ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ലാഭം ഉണ്ടാക്കുക. ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ സാമ്പത്തിക പാഠമുണ്ട്. അമേരിക്ക ഒരു തീരുമാനത്തിലൂടെ ലോകത്തെ നിയന്ത്രിച്ചേക്കാം. പിന്നീട് അത് തിരുത്തുമ്പോഴും ലാഭം ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് എന്ന് അവർ തന്നെ നിശ്ചയിക്കും. അതിനാൽ ഈ റീഫണ്ട് വിൻഡോ ഇന്ത്യക്ക് തുറന്ന ഒരു വാതിലാണോ, അല്ലെങ്കിൽ അകത്തു കയറാൻ പോലും അനുവാദം ചോദിക്കേണ്ട ഒരു കെട്ടിടമാണോ? ഇതൊരു അവസരമാണ്, പക്ഷെ അതിനെ നേട്ടമാക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രവും വ്യാപാര തന്ത്രവും കമ്പനികളുടെ ചർച്ചാശേഷിയും തന്നെയായിരിക്കും.